പ്രൊഫഷണൽ ഈഗോ ആകെ ഇപ്പോൾ ഒരു ജൂനിയർ വന്നിട്ടുണ്ട്. സാറിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ജൂനിയറാണ്. അവർക്ക് വന്നപ്പോൾ എന്നോട് തോന്നിയ ഈഗോ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വരെ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ച് തിരിച്ചിട്ട് അടിച്ചു ഞാൻ നിലത്ത് വീണു. വീണ്ടും അടിച്ചു. നമസ്കാരം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? സത്യം പറഞ്ഞാൽ എന്തൊക്കെ നടക്കുന്ന ഒരു പിടുത്തവുമില്ല. ഇപ്പൊ വന്ന വാർത്തയാണ്, മറ്റൊന്നുമല്ല. അഭിഭാഷകൻ തന്റെ ജൂനിയർ അഭിഭാഷകയെ എടുത്തിട്ട് പയറ്റി എന്ന് വെച്ചാൽ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര അടിയാണ്. അടി സത്യം പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് തെളിഞ്ഞു കിടക്കുന്ന പാട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സ്വന്തം ഭാര്യയെ അടിക്കും പോലെയല്ല അടിച്ചിരിക്കുന്നത്. നിന്റെ ഭാര്യയാണ് അവിടെ അവള്. എനിക്ക് പറയാം ഇതിലൊക്കെ എന്തോ ദുരൂഹതകൾ പിന്നീട് കിടക്കുന്ന. ഈ പെൺകൊച്ചു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. സത്യമായി അതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ഇത്രയും ക്രൂരമായിട്ട് ഈ പറയുന്ന അഭിഭാഷക ബെയിലിൻ ദാസ്, അവനാണ് അവന്റെ പേര്, ഈ അടികൊണ്ട ജൂനിയറിന്റെ പേര് ഷാമില ജസ്റ്റിൻ, ഇവരെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോ വളരെ ക്രൂരമായിട്ട് കണ്ടാൽ നമുക്ക് സങ്കടം തോന്നിപ്പോവും. ആ രീതിയിലുള്ള അടിയാണ്. അത് കൈകൊണ്ട് കൊടുത്ത അടിയാണ്. അപ്പൊ അവന്റെ കൈയിന്റെ കരുത്ത് ഒന്ന് മനസ്സിലാക്കുക. അവൻ എയർഫോഴ്സ് റിട്ടയർഡ് ആണെന്നോ, അവൻ ഈ പറയുന്ന മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെന്നോ, അതുപോലെ തന്നെ ഈ പങ്കായൊക്കെ പിടിച്ചത് കൊണ്ട് തന്നെ നല്ല കൈക്ക് നല്ല കരുത്തുണ്ട്. ആ കരുത്ത് തീർക്കണം നിന്റെ ഭാര്യയുടെ അടുത്താണ് നിന്റെ തീർക്കാനുള്ളത്. അല്ലാതെ നിന്റെ അവിടെ വരുന്ന ജൂനിയർ വക്കീലിന്റെ അടുത്തല്ല. ഇനി ജൂനിയർ വക്കീൽ നിന്റെ ഭാര്യയാണോ? അത് അങ്ങനെ വിചാരിച്ചാണോ അടിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഇതിനകത്ത് ദുരൂഹതകൾ കുറെ കിടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് സംസാരിക്കാം. എന്തായിരിക്കും ആക്ച്വലി സംഭവിച്ചത് എന്നുള്ള കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് ഈ പറയുന്ന ഷാമിലയല്ലേ പേര്? ഷാമില പറഞ്ഞ വിശദീകരണം നമുക്ക് ആദ്യം കേൾക്കാം. ഓക്കെ. എന്നോട് ഇങ്ങനെ ചെയ്തത് കാരണം ഓഫീസിൽ ഇന്റേണൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി പ്രൊഫഷണൽ ഈഗോ ആകെ ഇപ്പോൾ ഒരു ജൂനിയർ വന്നിട്ടുണ്ട്. സാറിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ജൂനിയറാണ്. അവർക്ക് വന്നപ്പോൾ എന്നോട് തോന്നിയ ഈഗോ ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വരെയും ഞങ്ങൾ തമ്മിൽ ഒരു വിഷയം അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിന്റെ ബേസിസിൽ ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് സാറിനെ വിളിച്ച് പറയുകയും അതിന്റെ ബേസിസിൽ എന്നെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും അവർ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. പുതിയതായിട്ട് ഇപ്പൊ ഒരു ജൂനിയർ വന്നത് പുതിയതല്ല, പഴയ ഈ പറയുന്ന നമ്മുടെ സാറിന്റെ പഴയ ജൂനിയറാണ്. ആ പഴയ ജൂനിയറിനെ തിരിച്ചു വിളിക്കുന്നു, ഈ പറയുന്ന ഓഫീസിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അതിനുശേഷം ഇപ്പൊ നിലവിലുള്ള ജൂനിയറായ ഷാമിലയും പഴയ ജൂനിയറായ ഷാമിലയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടി, അസൂയ, ഈഗോ എന്നൊക്കെ പറയാം. ഈഗോയ്ക്ക് കാരണമാണ് നമുക്കിവിടെ അറിയേണ്ടത്. എന്തിന് ഈഗോ? അപ്പോ ഈ പുതിയതായിട്ട് വന്ന ഈ പറയുന്ന ജൂനിയറിനെ ഈ ഷാമില എന്തോ പറഞ്ഞു വന്നോ, ഫയലെടുത്ത് എറിഞ്ഞു വന്നോ എന്ന് പറഞ്ഞ് ഈ ഷാമിലയെ പറഞ്ഞു വിട്ടു. ആര്? നമ്മുടെ ജൂനിയറായ നമ്മുടെ അവന്റെ പേര്, ഭ്രാന്തന്റെ പേര് ബെയിലിൻ ദാസിനെ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ്. ബാക്കി കേൾക്കാം. അപ്പോൾ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് സാറ് വിളിച്ചിട്ട് എന്നെ സോറി പറഞ്ഞു. എല്ലാവരുടെ മുന്നിൽ വെച്ച് സോറി പറയാം, കാല് പിടിച്ച് സോറി പറയാം, ഓഫീസിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് കാല് പിടിച്ച് സോറി പറയാം, എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാം, അമ്മയോട് വിളിക്കാം, അത്രയും പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ വരുന്നില്ല, ഓഫീസ് നിർത്തിയതാണ്. 2 ദിവസം ഞാൻ ഓഫീസിൽ വന്നിട്ടുമില്ല. അമ്മ പറഞ്ഞു ഓക്കെ ചെല്ല്, ഇത്രയും നാളുണ്ടായിരുന്നില്ല, ഇത്രയും താഴ്ന്നില്ലേ, സീനിയർ അല്ലേ. ആ ഒരു ഇതിൽ ഞാൻ വീണ്ടും ഇവിടെ പറയുന്നത് അതിനുശേഷം, അതായത് അവളുടെ അടുത്ത് വിളിച്ച് പറയുന്നത് നീ നാളെ തൊട്ട് വരണ്ട, എന്റെ പുതിയ ജൂനിയറിന്റെ മേളിലേക്ക് നീ ഫയൽ എന്തോ വലിച്ചിറച്ചു, അതുകൊണ്ട് നീ നാളത്തേക്ക് വരണ്ട എന്ന് പറയുന്നു. ഇവിടെ അതിനുശേഷം ഈ പറയുന്ന അഭിഭാഷകന്റെ അല്ലെ അവന്റെ സീനിയറിന്റെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു. മറ്റൊരാളുടെ നമ്പർ ചെയ്യുന്നു. ഇവിടെ വിളിച്ചിട്ട് പറയും നിന്നെ കാല് പിടിച്ച് മാപ്പ് പറയാന്ന് പറഞ്ഞത്. നീ വന്നാൽ മതി, നിന്നെ കാല് പിടിച്ച് ഈ പറയുന്ന പിന്നെ സ്റ്റാഫുകളേക്ക് മുമ്പിലേക്ക് വെച്ച് കാല് പിടിച്ച് മാപ്പ് പറയാമെന്ന് പറഞ്ഞതായിട്ട് ഈ കൊച്ചു പറയുന്നുണ്ട്. അവിടെ എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. ഡൗട്ട് വരാനുള്ള കാരണം ഇനിയാണ്, അതും കൂടി കേൾക്കാം. വീണ്ടും വന്നപ്പോൾ ഞാൻ സാറിനോട് ഇന്ന് പറഞ്ഞു, ഒന്നുകിൽ സാർ ആ ജൂനിയറിനോട് വാൺ ചെയ്യണം, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അല്ലെങ്കിൽ ഞാൻ വാൺ ചെയ്യും. അപ്പോൾ സാർ വാൺ ചെയ്യില്ല എന്ന് പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. കോടതി കഴിഞ്ഞ് വന്ന് എനിക്ക് സാറിനോട് സംസാരിക്കണം, ക്യാബിനിലും മാന്യമായിട്ട് ക്യാബിനിൽ പോയിട്ട് വേറെ ആരെയും ഉൾപ്പെടുത്താതെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സാറിന് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ അല്ല താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഓക്കെ സാർ പറയില്ല ജൂനിയർ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്തിട്ട് പോവാം. എൻ്റെ കാര്യത്തിൽ ഈ ജൂനിയർ ഇടപെടണ്ട, എന്താണെന്ന് വെച്ചാൽ അത് സാറ് തീരുമാനിച്ചോളൂ. നീ ഇത് ആരോടാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ച് തിരിച്ചിട്ട് അടിച്ചു ഞാൻ നിലത്ത് വീണു. വീണ്ടും അടിച്ചു. 2-3 തവണ അടി. പിന്നെ എനിക്ക് തല ഇറങ്ങി, പിന്നെ എനിക്ക് ഓർമ്മയില്ല. ശരി, നീ ഇത് ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന സീനിയർ വക്കീല് ഈ ഷാമിലയെ അടിച്ചത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, അവൾ ആരാ?
അതിന് ഉത്തരം പറ. ഈ പറയുന്ന ജൂനിയർ, ഇപ്പം വന്ന ജൂനിയർ ഈ പറയുന്ന സീനിയർ വക്കീലിന്റെ ആരാണ്? അതാണ് അവൻ ചോദിച്ചത്. നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? അപ്പൊ അത്രയ്ക്ക് വേണ്ടപ്പെട്ടവളാണ് ഈ പറയുന്ന ജൂനിയർ എന്നല്ലേ മനസ്സിലായി. അപ്പൊ ജൂനിയർ വന്നപ്പോൾ പഴയ വേണ്ടപ്പെട്ട ഒരാൾ വീണ്ടും ഈ പറയുന്ന കോടതിയിലേക്ക് കയറി വരുന്നു. അപ്പോൾ ഇവിടെ പുതിയൊരാള് സാറിന്റെ ജൂനിയർ ആയിട്ട് ഇവിടെ കിടന്ന് വിലസുന്നു. അതിന്റെ കുശുമ്പും അതിന്റെ പിന്നീട് എല്ലാം അവൾക്ക് കാണും. അവള് എന്തോ ഇവളെ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. ഇവള് ഈ അടികിട്ടിയ ഈ പറയുന്ന കൊച്ചു വക്കീലാണല്ലോ, അപ്പൊ അതിന്റെ ഒരു തന്റെയോടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇവള് ഈ പറയുന്ന വക്കീല് പറഞ്ഞത്, അല്ലെങ്കിൽ ഷാബില് പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, വേണ്ട വരണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചു. പിന്നെ എന്നെ വിളിച്ചു മാപ്പ് പറയാം എന്ന് പറഞ്ഞു വന്ന എന്നവരെ പിന്നീട് സീനിയർ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇവള് പറയാൻ കൂടി, ഇവള് എന്താണ് സംസാരിക്കാൻ പോകുന്നത് അതുപോലും കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് അങ്ങോട്ട് ചേരുന്നില്ല. അതായത് എല്ലാവരുടെ മുന്നിൽ വെച്ച് കാല് പിടിച്ച് മാപ്പ് പറയാമെന്ന് പറഞ്ഞ ഈ സീനിയർ രണ്ടാമത് ഇവള് ഇതിനകത്ത് വന്നപ്പോ അവള് പറയുന്ന വാക്ക് പോലും കേൾക്കാൻ സമ്മതമല്ല അവന്. എനിക്ക് നീ പറയണേ ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് അങ്ങോട്ട് ചേരുന്നില്ല. അതുപോലെ ഈ ഷാമില പറയാൻ ശ്രമിച്ചത്, ഇപ്പൊ വന്ന ജൂനിയറിനെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കണം. ഇത്രയാണ് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എവിടെ മര്യാദ പഠിപ്പിക്കണം, എവിടെ എന്നെ കയറി ഭരിക്കാൻ വരരുത്. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. നീ നിന്റെ ജോലി ചെയ്താൽ മതി, നീ എന്നെ കയറി ഭരിക്കാൻ വരരുത് എന്ന് ഈ സീനിയറിന്റെ മുമ്പിൽ വെച്ച് ഈ ഷാമില പറയുന്നു. സീനിയറിനെ പിടിക്കോ? കാരണം പണ്ടത്തെ എന്റെ ജൂനിയറാണ്, എന്റെ എല്ലാമായിരുന്ന പണ്ടത്തെ ജൂനിയറിനെ ഈ ഷാമില വീണ്ടും ധിക്കരിച്ചപ്പോൾ ഈ പുള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ കയർത്ത് സംസാരിച്ചപ്പോൾ യവന് ഇഷ്ടപ്പെട്ടില്ല, യവനെ പിടിച്ചില്ല. നീ ആരിടത്തടി സംസാരിക്കുന്നത് എന്ന് കരുതി അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ അടി, അത് കണ്ടു കഴിഞ്ഞ എന്തൊരു അടിയാ, അത് അത്രയും ചുവന്ന് നമ്മൾ ആരായാലും സഹിക്കില്ല കേട്ടോ. അതിപ്പം എന്താ ഭർത്താവായാലും ആരായാലും സഹിക്കുക. അതുപോലെ ഈ പെങ്കൊച്ചു പറയുന്നത് ഇതിന് മുമ്പേ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഈ സീനിയർ എന്നും പറഞ്ഞ് നിങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് ചെവിട്ട് കൊണ്ട് വെച്ചു കൊടുക്കൂ. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് വിഴുങ്ങാത്തൊരു പാടുണ്ട്. മറ്റാരെയും അടിച്ചിട്ടില്ല, എന്നെ ഇതിനു മുമ്പേ അടിച്ചിട്ടുണ്ട്. അതെന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്നെ ഇങ്ങനെ ചുമ്മാ അടിക്കാൻ വേണ്ടിയിട്ട്? അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. എന്തിനാ മുമ്പ് തന്നെ അടിച്ചിട്ടുണ്ട്? എന്റെ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് അവിടുത്തെ ഒരു സീനിയർ പിന്നീട് അഭിഭാഷകൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്തിനാ അവിടെ ജോലിക്ക് പോയത്? വീണ്ടും എന്തിനാ ജൂനിയർ ആയിട്ട് അവിടെ നിന്നത്? ഇതിനൊക്കെ ആൻസർ പറയുന്നുണ്ട്. പറഞ്ഞു വിട്ടിട്ടും എന്തിനാ വീട്ടിൽ കയറി പോയത്? പറഞ്ഞു വിട്ട് ഈ പുള്ളി കാല് പിടിക്കാന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നില്ല. എന്തിനാണ് എന്നെ പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കാൻ വേണ്ടി പോയതായിരിക്കാം ഈ കൊച്ച്. എന്തൊക്കെ ആയാലും എന്ത് ചോദിക്കാൻ പോയാലും ഈ അടിച്ചത് അവിടെ ബാർ കൗൺസിലൊന്നും അങ്ങനെ പിന്നീട് എന്താണ് പോലീസുകാർ അതിനകത്ത് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞത് അവന്മാർക്ക് സ്ഥിരമുള്ളതാണ്. അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എത്ര വക്കീലൊക്കെ ആയാലും എത്ര സീനിയർ ആയാലും ഉള്ളിൽ കിടക്കേണ്ടതുണ്ട്. കാരണം സ്ത്രീപീഡനമാണ്. മനസ്സിലായോ? നല്ല വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ഉണ്ട്. നല്ല ചുവന്ന് കിടപ്പുണ്ട്. അവളെ അടിച്ച് തറയിലിട്ട് വീണ്ടും എണീറ്റ് 2-3 അടി കൊടുത്തെന്നാ പറയുന്നത്. ഇത്രയും ദേഷ്യം എന്താണ്? ഈ പെൺകൊച്ചു പറഞ്ഞ രീതിയിൽ ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. സ്വന്തം ഭാര്യയല്ലല്ലോ പറഞ്ഞത്, നിങ്ങളുടെ ജൂനിയറിനെ അല്ലേ പറഞ്ഞത്. നീ ആരെടുത്ത അടി പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ താങ്കളുടെ ആരാണ്? താങ്കളുടെ വൈഫാണോ അത് സെറ്റപ്പാണോ? അല്ല, സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു ജൂനിയറിനെ വന്നിട്ട് ഈ മറ്റൊരു ജൂനിയർ പറഞ്ഞുകൊണ്ട് അവരെ കൈവീശി അടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഇതിനകത്ത് ദുരൂഹതയുണ്ട്. ഈ പറയുന്നതിൽ പലതും മറഞ്ഞിരിക്കുന്നുണ്ട്. ഇത്രയും അധികാരത്തോടു കൂടി ഈ ജൂനിയറിനെ അടിക്കാനുള്ള എന്ത് ബന്ധമാണ് ഇവര് തമ്മിലുള്ളത് എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടായിരിക്കുന്നു. ഈ ജൂനിയറിനെ എന്തുണ്ടാ ഇങ്ങനെയാണ് അടിക്കുന്നത്? അതല്ലെങ്കിൽ ഇവര് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇവൻ മെന്റലാണ്, ഇവൻ സൈക്കോയാണ്. ഈ സൈക്കോയുടെ അടുത്ത് മുമ്പ് താങ്കൾക്ക് അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വീണ്ടും എന്തിനും അവിടെ പോയി നിന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ദുരൂഹതകളൊക്കെ പുറവക മാറ്റി തിരിച്ചു പുറത്തു വരണം. എന്നാലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ എന്തായിക്കോട്ടെ, എന്ത് സംഭവമായിക്കോട്ടെ, എന്ത് വിഷയവുമായിക്കോട്ടെ, എന്ത് ബന്ധവുമായിക്കോട്ടെ, ഈ കാണിച്ചത് സ്വന്തം ഭർത്താവ് തന്നെ ആയാലും ഒരു ഭാര്യയുടെ അടുത്തായാലും ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ക്രൂരതയാണ് അവൻ ചെയ്തത്. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ട് എത്രയുള്ള പെണ്ണ് അല്ലെ, ഇത്രയുള്ള ഒരു അടി തന്നെ കിറങ്ങി വീഴും. അതിനാണ് ഇത്രയും നിന്റെ ഈ മാടൻ കൈ കൊണ്ട് അടിച്ച് ചുവന്ന് കിടക്കുന്നത്. എന്നിട്ട് താങ്കൾ എത്ര വക്കീലായാലും അഴി എണ്ണേണ്ടതായിട്ട് വരും. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.